നീളത്തിലുള്ള ചുരുക്ക് വര കെട്ടുകയാണ്. അതിൻ്റെ ചുരുക്ക് വരൻ്റെ ഒരെണ്ണത്തിൻ്റെ അളവിൽ എത്രണ്ണമാണ്? 8 എണ്ണം 9 എണ്ണം ഉണ്ട്. ഇപ്പോൾ 9 18 എണ്ണം ഉണ്ട്. ഇപ്പോൾ 18 3 54 എണ്ണത്തിലാണ് ചുരുക്ക് വല, അകവല എന്നൊക്കെ പറയും, അത് കെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇതാണ് തുടക്കം. അപ്പോൾ അതിനെ എന്താണ് 9 18 ആക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡ് 9 18 രണ്ടും കൂടിയിട്ട് കൂട്ടിക്കെട്ടുകയാണ്. ഇതാ കൂട്ടിക്കെട്ടുകയാണ് 1 ഇഞ്ച് വിട്ടിട്ട്. ഒരു ഇഞ്ചിക്ക് വിട്ടാൽ മതി, ബാക്കി കെട്ടുന്നതാണ് അത് അകത്തുള്ള വലയുടെ ചുരുക്ക് വല. അത് ആദ്യത്തെ ഇങ്ങനെ 9 18 ചേർത്ത് ഇതിൻ്റെ താഴെ 3 എണ്ണം, അങ്ങനെ 54 എണ്ണം. This year's model's on the case. Yeah, what's your grade think I'll be buying? What are you? I'll tell you what I am. I'm better than you. Come back here. Hey! Wait up, would you? Where'd he go? Hey! Long way down. Is that how you wanted that? ഇങ്ങനെ കെട്ടിയത് വേറെ ഒരു കാണുന്നില്ല. ഇങ്ങനെ കണ്ട് കെട്ടുക. ഇങ്ങനെ കണ്ട് കെട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ തുടക്കം കഴിഞ്ഞു. ഇനി അതിൽ വെച്ചാൽ ശരിയാവും. അതിൽ വെച്ചാൽ നിങ്ങൾക്ക് കാണില്ല. I want you to get to the bottom of this. Now, I'll send the Dragon Man android out to you for a test. I heard about your throwdown in Midtown with the mysterious man in black. You really snaked you, huh? Whatever. അപ്പോൾ 9 18 അതിനൊക്കെ ഇന്നിങ്ങനെ വലിച്ചു വിടാം, ടൈറ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം വലൻ്റെ നീളത്തിന് ഒരു ചരടെടുത്തു, ആ അളവിന് 9 ചരടെടുത്തു. 9 18 ചരട്. അപ്പോൾ 18 ചരട് അതിപ്പോൾ 9 എണ്ണം ആക്കിയിട്ടാണ് എടുക്കുക. 9 18 അതിൻ്റെ നടുവിൽ എന്നിട്ട് അത് ടൈറ്റാക്കി കൊടുക്കണം. ഇടയ്ക്ക് ഒരു കെട്ട് ഇത് മുറുകാൻ വേണ്ടി കൊടുക്കണം, ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓരോന്ന് വലിക്കുക. Okay, come on, Harry. Take it off. Don't put that away. Do whatever you have to do. You can't take it off, right? ഇവിടെയാണ് ചരട് വരെ. ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് മഞ്ഞച്ചരട് ഇതിൻ്റെ മുകളിൽ കെട്ടും. ഇതിൻ്റെ മുകളിൽ ടൈലില്ല. എന്നിട്ട് ആദ്യത്തെ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ 2 എണ്ണം എടുത്ത് കെട്ടും. ഈ 2 എണ്ണം അത് ഏത് വേണമെങ്കിലും ആവാം. ഈ 2 എണ്ണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു വിരലിൻ്റെ അളവ്.
രണ്ടെണ്ണം എടുത്തിട്ട് I really don't think you are. Being a superhero isn't so easy. How would you know? Oh, well, I don't. I mean, it just seems like it's not so easy, that's all. You know what they say. രണ്ടെണ്ണം കഴിഞ്ഞു Well, something was wrong. രണ്ടെണ്ണം കഴിഞ്ഞു Great power, there മൂന്നാമത്തെ must also come great responsibility. അകവല ചുരുക്കുവലിൻ്റെ ഉള്ളിലത്തെ അകവലയാണ്. അകത്തൊരു വല കെട്ടണം. അതാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ അകവല ഇല്ലാത്ത വലകളൊക്കെ ഉള്ളിലത്തെ ചരട് പിരിയും. ഇത് പിരിയില്ല. ഇപ്പോൾ ഇത് 9 എണ്ണം കെട്ടണം. 9 എണ്ണം കെട്ടിയാലാണ് കഴിയുള്ളൂ. ആ പറയൂ. എന്ത്? പക്ഷേ ഈ കണ്ണടയല്ലേ ദിവസം ഉപയോഗിക്കുന്നത്? 9 മുഴമാണ് സാധനം. എന്ത്? എന്റെ കയ്യിൽ വേറൊരു കണ്ണട കൂടിയുണ്ട്. ഇപ്പൊ എന്നെ കാണാൻ നല്ല സ്റ്റൈൽ ഒന്നുമില്ലേ? വെറും വെളുപ്പമോ? ടീച്ചർമാരെ പോലെ പേടിപ്പിക്കുകയാണല്ലോ. പക്ഷേ ടീച്ചർ ചോക്ലേറ്റ് തരാറ് എനിക്ക് ചോക്ലേറ്റ് തരാൻ രാത്രി തന്നെ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുവാട്ടോ. പിന്നെ ഒരിക്കലും ഞാൻ നോക്ക് പോലും നോക്കില്ല. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ലേശം പൊക്കിയത്, ക്യാമറ മാറ്റിയത്. അതെ ഞാനിതുവരെ അങ്ങനത്തെ കണ്ണുകൾ ഇതുപോലെ ഒന്നും കണ്ടിട്ടേ ഇല്ല. എങ്ങനെ കാണാം? അതിനങ്ങനെ ആയാലും കണ്ണ് കഴിച്ചിട്ട് വേണ്ടേ? ഒരു കണ്ണ് കിട്ടണ്ടല്ലേ? അതെ നീ പറഞ്ഞത് ശരിയാ. വെറുതെ സ്വപ്നം കാണല്ലേ? എനിക്ക് അങ്ങനോട് ചോദ്യം ചോദിക്കണം. പറയൂ ഷിൻചാൻ. ആദ്യം ഞങ്ങളുടെ കണ്ണട ഒന്ന് അടിക്കോ? എന്തിനാണ്? നിങ്ങൾക്ക് കണ്ണുണ്ടെന്ന് സംശയമുണ്ട്, അതുകൊണ്ടാ. സോറി, ഇതങ്ങനെ കഴിക്കാൻ പറ്റില്ല. അതിന്റെ ഒറ്റപ്പാടാണോ? നിങ്ങളെ കണ്ണടയിലൊന്ന് കാണാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇല്ല, ഇനി നിങ്ങൾ ഓർഡർ ചെയ്താൽ ഈ കണ്ണട ഞാൻ അയക്കുമെന്ന് വിചാരിക്കണ്ട. എന്നാ കാണാമെന്ന് പറ. ഞാൻ ഈ വീട്ടിൽ എന്തെങ്കിലും ബാറ്റ്സ്മാനെ പോലെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഒരാൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് വേറെ ആരും മനസ്സിലാക്കാൻ പാടില്ല. ഇന്നും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകുന്നതാണ് നല്ലത്. ഓക്കേ. വ്യത്യാസമുണ്ട്. ഈ പാട്ടുകാരെ വന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അങ്ങനെയൊന്നും അല്ല ഫ്രണ്ട്. അയാളുടെ കണ്ണ് ചിലപ്പോൾ ഷാർപ്പായ കണ്ണുകളായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഷാർപ്പെന്ന് വെച്ചാൽ ചിലപ്പോൾ അയാളുടെ കണ്ണ് വേട്ടക്കാരെ പോലെയാണെങ്കിലോ? അതെ, വേട്ടക്കാരുടെ കണ്ണുകൾ എപ്പോഴും ഇരയെ തേടിക്കൊണ്ടിരിക്കും. അത് കണ്ടാൽ തന്നെ പേടി തോന്നി. എന്തിനാ പേടി തോന്നിയത്? ഇനി 4 എണ്ണം കൂടി ഉണ്ട്. 4 എണ്ണം പറയും 2 എണ്ണം. Congratulations, this is positive.
ഇടയിൽ അവിടെ കുടുങ്ങിയത് കൊണ്ടാണ് ടൈം ആയത്. ഇനി 2 കെട്ടാനുണ്ട്. എങ്ങനെയാണ് ഇടയിൽ കയറി കുടുങ്ങി. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് 9 എണ്ണം വേണം. 1 1 1 1 2 3 4 5 6 7 8 9 9 ആയില്ലേ. ഇനി ഇത് 2 കെട്ടി. ഇതാണ് ഈ 2 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിൽ 2 എണ്ണത്തിന് ഓരോന്നെടുക്കാം. 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണത്തിന് ഓരോന്നെടുക്കാം. അപ്പോൾ അത് അങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഒരു കെട്ട് കെട്ടുക. അപ്പോൾ ഒന്നും കൂടി പറയാം. ഇതാ 2 എണ്ണം എടുത്തു. തൊട്ടടുത്തടുത്തുള്ള 2 എണ്ണം എടുത്തിട്ട് ആ 2 എണ്ണത്തിൽ നിന്ന് ഓരോന്ന് ഇതെങ്ങനെ ഓരോന്നെടുത്തു. ഓരോന്നെടുത്തിട്ട് ഇവിടെ കെട്ടാണ്. ഇങ്ങനെയുള്ള കെട്ടുകളൊക്കെ വരും ഇടയിൽ കൂടെ. അതൊക്കെ ശ്രദ്ധിക്കണം. അതാ ടൈം പിടിക്കണം. ഇതൊക്കെ നല്ല ടൈം പിടിക്കുന്ന ഒരു പണിയാണ്. ശ്രദ്ധിച്ച് കെട്ടിയില്ലെങ്കിൽ ഇതൊക്കെ അറ്റിക്കേണ്ടി വരും. അപ്പോൾ അറ്റിച്ചാൽ നഷ്ടം വരും. ഇങ്ങനെ കെട്ടിയില്ലേ. ഇതാണ് അകത്തുള്ള വല. വീസ് വലയുടെ അകത്തുള്ള വലയാണ് സാധനം. ഇനി അത് 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുത്തു. അപ്പോൾ ഇത് 3 എണ്ണം വിട്ടു. ഇത് അവസാനം ഇനി എടുക്കുള്ളൂ. ഇത് അവസാനം ഇപ്പോഴേ വലയാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 1 എണ്ണം എടുത്തു. തൊട്ടടുത്തത് 2 എണ്ണം എടുത്തു. അതിന് 1 എണ്ണം എടുത്തു. അങ്ങനെ രണ്ടെണ്ണം എടുത്തു. ഇതോ ഇതിൻ്റെ കറക്റ്റിന് ഈ അളവിന് ഈ കെട്ടിൻ്റെ മുട്ടിൻ്റെ കെട്ടിൻ്റെ അളവിന് ഇതൊക്കെ വലിക്കും. എന്നിട്ട് ഇതിൽ തന്നെ ഒന്നുണ്ട്. ഇതാണ് ഒന്നിതിൽ ഇതിൽ തൊട്ടടുത്തുള്ളതിൽ കെട്ടി. ഇനി 1 എണ്ണമുണ്ട്. ഇപ്പോൾ വേറെ 1 എണ്ണം എടുക്കാം. വേറെ ഇതേപോലെ 2 എണ്ണത്തിൽ നിന്ന് 1 എണ്ണം എടുക്കാം. ഇതാ എന്നിട്ട് അത് കെട്ടുക. ചേട്ടൻ നോക്കണം. രണ്ട് ചരട് നോക്കണം. നോക്കിയിട്ട് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ തൊട്ടടുത്തുള്ള 2 എണ്ണത്തിന് 1 ഇങ്ങോട്ടെടുത്തു. ഇവിടുത്തെ 1 കെട്ടിയതിൻ്റെ ബാക്കി അതും കെട്ടി.
എന്നെ പറ്റിച്ചു, അമ്മ എന്നെ പറ്റിച്ചു. എടാ, ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ലാന്നല്ലേ പറഞ്ഞേ? ഈ രണ്ടെണ്ണത്തിന് ഒന്നെടുത്തു. അത് ഇവിടെയും കിട്ടി. എന്താ ഇത്? നീ എന്നെ സഹായിക്കുന്ന ദിവസം നിനക്ക് ഓരോ പോയിന്റ് കിട്ടും. എനിക്കിത് മനസ്സിലാവില്ലേ? ഓരോ ദിവസം നീ എന്നെ സഹായിക്കുമ്പോഴും ഞാൻ ഓരോ പോയിന്റ് നിനക്ക് കിട്ടിക്കും. ഇതാ നോക്ക്, ഇന്ന് സഹായിച്ചതിന് ഞാൻ ഒരു പോയിന്റ് നൽകുന്നു. അങ്ങനെയാണോ? ഇവിടെ ഓരോ പോയിന്റിലും ഓരോ ചോക്കോ ചിപ്സ്. പിടി വിടാനേ പാടില്ല. വിട്ടാൽ വലുതാവും ചെറുതാവും ഇങ്ങനെയൊക്കെയുള്ള ചോക്കോ ചിപ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് 10 പോയിന്റ് നിനക്ക് കിട്ടിയാ നിനക്ക് എത്ര കിട്ടാ? എത്ര കിട്ടാ? 10 ചോക്കോ ചിപ്സ് ഇത് ഒരു റോയൽ ചോക്കോ ചിപ്സ് ആണോ? ഒന്ന് രണ്ടെണ്ണം ഒന്നെടുത്തു. നീ കണക്ക് പിടിക്കും, എനിക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. ഇത് കൊള്ളാലോ. ഈ മാജിക് കാർഡ് എന്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. അടിപൊളി. അല്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മ എനിക്ക് ഒരു സ്പെഷ്യൽ കാർഡ് തന്നിട്ടുണ്ട്. അച്ഛാ, സ്പെഷ്യൽ കാർഡോ? എന്നത് ഹെൽത്ത് പോയിന്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ ദിവസേന അമ്മയെ സഹായിച്ചാൽ എനിക്ക് പോയിന്റ്സ് കിട്ടും. അതുകൊണ്ട് എനിക്ക് ചോക്കോ ചിപ്സും കിട്ടും. നീ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. എനിക്കിനി ഒരുപാട് ചോക്കോ ചിപ്സ് കിട്ടും. ഞാൻ അമ്മയെ സഹായിക്കും. ചോക്കോ ചിപ്സ് കഴിക്കാം. പിന്നെ ഇത് ശരിക്കുള്ള ചോക്കോ ചിപ്സ് അല്ലല്ലോ. ഇത് ഇമാജിനറി ചോക്കോ ചിപ്സ് ആണ്. ഇമാജിനറി ചോക്കോ ചിപ്സോ? അല്ലല്ല, ഈ ഇമാജിനറി ചോക്കോ ചിപ്സ് എന്നൊരു സാധനമില്ല. ഇതിപ്പോ ഞാൻ നിന്നെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഡേറ്റ സേവിംഗ് ചോക്കോ ചിപ്സ് ആണ്. ഏത്? സത്യമാണ്. അതുകൊണ്ടാണ് നിനക്ക് ഒരു സ്റ്റാമ്പ് ചോക്കോ ചിപ്സ് കിട്ടിയിരിക്കുന്നത്. നീ കൂടുതൽ സ്റ്റാമ്പുകൾ ശേഖരിച്ചാൽ നിനക്ക് ഇനിയും കിട്ടും. ഇതിൻ്റെ തന്നെ എടുക്കണം. മാറിപ്പോകാൻ പാടില്ല. ചോക്കോ ചിപ്സും ഉണ്ടല്ലേ? മാറിപ്പോകാൻ പാടില്ല. തൊട്ടടുത്തുള്ളത് എടുക്കണം. ഇതാ ഒരെണ്ണമുള്ള ഇത് രണ്ടെണ്ണം ഉണ്ട്. അതിലത്തെ ഒന്നും ഇങ്ങോട്ട് കൊടുത്തു. വീണ്ടും അത് കെട്ടി. അച്ഛാ, എനിക്കെടുത്താ. എന്ത്? അച്ഛനെന്റെ ഇമാജിനറി ചോക്കോ ചിപ്സ് കഴിച്ചോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അമ്മേ, എന്റെ സഹായം നൽകുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ. ഇത് കൊണ്ടുപോയി പോസ്റ്റ് ബോക്സിൽ ഇട്ടിട്ടോ? പോയിന്റ് കിട്ടുമോ? തീർച്ചയായും കിട്ടും. എന്നാ പോവാം. പോസ്റ്റ് ചെയ്താൽ പോയിന്റ്സ് കിട്ടും. പോയിന്റ്സ് കിട്ടിയാൽ ചോക്ലേറ്റ് കിട്ടും. ചോക്ലേറ്റ് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും. എത്തുന്നില്ല. ഷിൻചാൻ, നീ ഇവിടെ എന്തെടുക്കുക? ഹലോ ആന്റി, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഇത് എത്തുന്നില്ല. ഒന്ന് സഹായിക്കുമോ? അപ്പോൾ ആദ്യത്തെ തീർച്ചയായും ചെയ്യാം. ഒരെണ്ണമാണ് ഈ സാധനം. രണ്ടെണ്ണത്തിൽ ഒന്നാണ് കെട്ടെടുത്തത്. സാരമില്ല മോനെ. അതിൻ്റെ ബാക്കിയാണ് ഇത് ഒരെണ്ണം. എന്താണെന്നറിയില്ല. എനിക്ക് എല്ലാവരെയും സഹായിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? ഇതാ. എങ്കിൽ നീ എന്നെ കൂടി ഒന്ന് സഹായിക്കാമോ മോനെ? ഏയ്, അത് പറ്റില്ല. അത് പിന്നെ പോയിന്റ് കിട്ടിയില്ലെങ്കിലേ ഞാൻ ആരെയും ഇതാ. സഹായിക്കില്ല. ഇനി ഇതൊന്നേ ഉള്ളൂ, രണ്ടെണ്ണം ഉള്ളത്. അപ്പോൾ അതിന് ഒരെണ്ണം എടുത്തു. ഇവിടെ തൊട്ടടുത്തുള്ളത് ആദ്യത്തെ പോലെ തന്നെ. Wow, എനിക്ക് ചോക്കോ ചിപ്സ് കിട്ടാൻ പോകുന്നു. ചിപ്സേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. വരുന്നു, വരുന്നു, പോയിന്റ്സ് വരുന്നു. ഹിപ്പിപ്പുരേ, ഹിപ്പിപ്പുരേ. ഡിഗ്രി, ഡിഗ്രി ചിപ്സ്, ചോക്കോ, ചോക്കോ ചിപ്സ്. ഡിഗ്രി, ഡിഗ്രി ചിപ്സ്, ചോക്കോ, ചോക്കോ ചിപ്സ്. ഒരു കുത്ത്, രണ്ട് കുത്ത്. അതും കഴിഞ്ഞു. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാണുള്ളത്? ഓക്കേ. ദാ ഇതിൻ്റെ അവസാനത്തെ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ അവസാനം. ഇപ്പം റൗണ്ടിന് വന്നില്ല, ഒരു സൈഡിലേ വന്നിട്ടുള്ളൂ. ഇതിനെ വട്ടത്തിലാക്കണം. വട്ടത്തിലാക്കണേ. ഇതാ ഇതിങ്ങനെ കെട്ടിയാൽ വട്ടത്തിലായി. കണ്ടില്ലേ? വട്ടത്തിലായി. അപ്പോൾ അതും കൂടി കെട്ടിയിട്ട് അപ്പോൾ ഇതാണ് അകവല. അകത്തുള്ള വല. വീസ് വലയുടെ അകത്തുള്ള വല. എന്നാൽ ഇപ്പോൾ ചോക്കോ ചിപ്സ് വാങ്ങിയാൽ നിന്റെ പോയിന്റ് തീരുമായിരിക്കും. ഇത് ശരിയല്ല. നിങ്ങൾക്ക് ആദ്യമേ പറയാമല്ലോ. പക്ഷേ എല്ലാ സ്ഥലത്തും പോയിന്റ് കാർഡ് സിസ്റ്റം ഇങ്ങനെ തന്നെയാണ് ഒഴിവാക്കുന്നത്. ഇതൊട്ടും ശരിയല്ല. എല്ലാം നിയമപ്രകാരമേ. അച്ഛാ, കേട്ടോ? ഞാൻ കേട്ടതാ മോനെ. പക്ഷേ ഈ കാലത്ത് നിന്റെ അമ്മ പറയുന്നത് 100% ഇടയ്ക്കിടയ്ക്ക് ബാക്ക് പുറകോട്ട് പോകുന്നത് ഇതിൻ്റെ നൂല് നൂർത്തിയിടാനാണ്. നൂല് രണ്ടും നൂർത്തിയിടണം. അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റിന് വരില്ല. എല്ലാം കൂടി കട്ട പിടിച്ച് വരും. അപ്പാ പോയിന്റ് അച്ഛനെ സഹായിക്കും. അപ്പോൾ കെട്ടുകൂടും. കഴിഞ്ഞു. പക്ഷെ നീ എന്റെ കാർഡ് എഴുതി തരരുത്. അതിനൊക്കെ ചെയ്യാലോ. ഈ കാർഡ് എഴുതുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞു. ഇനി ഇതിൽ എന്നാലും 3 പോയിന്റ് കുറച്ച് കൂടുതലല്ലേ? സാരമില്ലെന്നേ. മാത്രമല്ലാതെ ഇതിന് നല്ലൊരു മോട്ടിവേഷനും ആയിരിക്കും. ഇന്ന് തന്നെയാണ്. നീ ഇന്ന് സഹായിക്കുകയാണെങ്കിൽ നിനക്ക് 3 പോയിന്റ് കിട്ടും. അകത്തുള്ള വലയാണ് ഇത്. അങ്ങനെ തന്നെ. നന്നായിട്ട് എഴുതിക്കോ. ചോക്കോ ചിപ്സ്, കഴിക്കാൻ ചിപ്സ്, ചോക്കോ ചിപ്സ്, കഴിക്കാൻ ഇപ്പൊ വെള്ളം ഒഴിച്ച് കഴുകാനുള്ള സമയമായി. ഇതാണ് വല, അകവല. തരാം തരാം. നീ വീസ് വലയുടെ
ചുരുക്ക് വല, ഇത് വലിച്ചാൽ വല ചുരുങ്ങും. അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് കെട്ടുന്നത്. അതിന് വേണ്ടിയിട്ടല്ല കെട്ടുന്നത്. ഇത് നൂല് അകത്തുള്ള വലയുടെ അകത്തുള്ള ചരട് പിരിയാതിരിക്കാനാണ് ഇത് കെട്ടുന്നത്. ഇങ്ങനെ പിരിഞ്ഞു കൂടും, ഇങ്ങനെ പിരിയാതിരിക്കാനാണ് ഇതിങ്ങനെ കെട്ടുന്നത്. അപ്പോൾ പിരിയാണെങ്കിൽ തന്നെ ഇങ്ങനെ നൂർത്തിയാൽ പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടും. ഇങ്ങനെ ആക്കാം. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് തനിച്ചാവും. അപ്പോൾ പിരിയില്ല സാധനം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിരിയാതിരിക്കാനാണ് ഈ സാധനം അകത്തുള്ള വല കെട്ടുന്നത്. കഴിഞ്ഞു. പിന്നെ അതുപോലെ നൈലോൺ പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ വല വീശിയിട്ട് വലിക്കുമ്പോൾ അത് വലൻ്റെ പക്ക് താഴത്തേക്ക് തന്നെ പോകും. അത് ഇങ്ങനെ ഉരുതി വരും. അടിയത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചരട് ഉരുതി വരും. ഇത് വലയോട് ചേർന്ന് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ ഒപ്പം വരും. അപ്പം എന്താവും, അവിടെ ചുരുക്കുണ്ടാവും. വലൻ്റെ ചുരുക്ക് താഴെ തന്നെ ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ അറിയാത്തവർ മറ്റിങ്ങനെ വല വലിച്ചു കഴിഞ്ഞാൽ അടിയിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ചുരുക്ക് നൂർന്നു പോകും. ചരട് മാത്രം ഇങ്ങനെ വരും. വല മുകളിലേക്ക് വരും. ചരട് അവിടെ അകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ചരടിലാണ് വല കെട്ടുന്നത്, വലൻ്റെ മണി കെട്ടുന്നത്. അപ്പോൾ ഇതിന് ഭാരം ഉണ്ടാവും, വലയ്ക്ക് ഭാരം ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെ വലിക്കുമ്പോൾ വല മാത്രം മുകളിലേക്ക് വരും. ചരട് അവിടെ തന്നെ നിൽക്കും, പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ. അപ്പോൾ അടിയിൽ തൊട്ടി എന്ന് വെച്ചാൽ പക്കുണ്ടാവില്ല, മീൻ പെട്ടാൽ പുറത്ത് പോകുന്നു. അപ്പോൾ കഴിയുന്നതും ഈ നൈലോണിൻ്റെ നൂലാണ് നല്ലത്. 8 നമ്പർ. കുറച്ച് ചിലവ് കൂടുന്നതിനും കുഴപ്പമില്ല. 8 നമ്പർ അറിയുന്നവർക്ക് പിന്നെ മുറുക്കി പിടിച്ചിട്ട് അവർ വലിക്കും. അത് അറിയുന്നവരുണ്ടാവും, അവരത് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ ഈ തല അവസാനം വലുതും ചെറുതും ഉണ്ടാകും. കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അവസാനം വലുതും ചെറുതും വരും. അപ്പോൾ അതിന് കറക്റ്റിന് മുറിച്ചിട്ട് വേണം ഇനി ഇതിൽ 2-3 കെട്ടാൻ. ഓരോ ചരട്ടത്തിലും കെട്ടണം. ഇതിൻ്റെ വലിപ്പമുള്ളത് മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞ് ഇത് ഒപ്പാക്കും. ഇത് ഒപ്പാക്കി കെട്ടണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇനി അടുത്തത് ഇത് മുറിച്ച് ഇവിടെ ഒരു ചരട് ഈ ഭാഗത്ത് കെട്ടും. അത് കെട്ടുന്ന സമയത്ത് അടുത്തതിൽ കാണാം. അപ്പോൾ ഇത് ഒന്നാമത്തത് ഒന്ന് കഴിഞ്ഞ് ഇത് 2ാമത്തെ വീഡിയോ ആണ്. അടുത്തത് 3ാമത്തെ വീഡിയോ. ഇതെല്ലാം കണ്ടാലാണ്, എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ ആ വീസ് വലയുടെ അകത്തുള്ള ചരട് എങ്ങനെയാണ് കെട്ടുന്നത് എന്നുള്ളത് പഠിക്കാൻ കഴിയുള്ളൂ. 2, 3, 4 പാർട്ടൊക്കെ വരും. 4 പ്രാവശ്യമായിട്ട് ഇത് എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മണിക്കൂറുകളോളം എടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ പണി. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഇനി കയ്യിൽ കെട്ടുന്ന ഒരു ചരട് കാണും, നീലച്ചരട്. ഈ ചരട് ഇതിങ്ങനെ കെട്ടുന്നത്. ഇങ്ങനെയാണ് കെട്ട്. ഇതിങ്ങനെ കെട്ടുന്ന സമയത്ത് അത് കാണിക്കും. ഇങ്ങനെയാണ് കെട്ട്. ഇതിൻ്റെ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇതും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇതിവിടെ ഇങ്ങനെ കെട്ടിയാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിപാടി. ഓക്കെ, ശരി, ബൈ.